അപ്പം നാളത്തേക്കുള്ള തന്തൂരി ചിക്കനുള്ള സംഭവം റെഡിയാക്കാൻ പോവാണേ. അപ്പോൾ അതാണ്ട് ഇതാണ് ചിക്കന്. അപ്പം ഇതിനകത്തോട്ട് ഞാൻ ചേർക്കാൻ പോകുന്ന പേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി, നാരങ്ങ, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, പിന്നെ ഗരം മസാല, നാരങ്ങ, ഇത്രയുള്ള ചേർത്ത് അരച്ച പേസ്റ്റാണ്. അപ്പോൾ ഇത് ഇതിനകത്ത് ചേർത്തിട്ട് ഞാൻ ഏകദേശം ഇന്നിപ്പോൾ വൈകുന്നേരം വെച്ചിട്ട് നാളെ വൈകുന്നേരമായിരിക്കും തന്തൂരി ആക്കുന്നത്. അപ്പോൾ അത്രയും നേരം ഫ്രിഡ്ജിൽ ഇരിക്കുമ്പോഴത്തേനും ഇതിനകത്ത് മൊത്തം മസാല പിടിക്കും. നിർത്തിയാൽ മതി. ഇങ്ങനെയാണ് പീസാക്കേണ്ടുള്ളത്. അതായത് ചിക്കനെ മൊത്തത്തിൽ കണ്ടിക്കരുത്. ഒരു ചിക്കനെ 4 പീസാക്കിയത്. ഇതുപോലെ ഒരു പീസ്. ഇത് ബ്രസ്റ്റിൻ്റെ പീസാണ്, ഇത് തൈയുടെ പീസാണ് കേട്ടോ. ഇങ്ങനെ ഇത് ചിക്കൻ കടയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരതുപോലെ കട്ട് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെയാണ് കട്ട് ചെയ്ത് മേടിച്ച് രണ്ട് മസാലയൊക്കെ പുരട്ടി ഇന്ന് ഇവനെ പിടിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കും. എന്നിട്ട് നാളെ വൈകുന്നേരം ആകുമ്പോൾ എടുത്ത് ഗ്രില്ലിൽ കയറ്റും. അപ്പോൾ ബാക്കി നമുക്ക് അപ്പോഴും കാണാം. ഇതുപോലെ ഒരു നല്ല മുറുക്കമുള്ള പാത്രത്തിൽ അടയ്ക്കാൻ പറ്റുമെങ്കിൽ അടയ്ക്കാം. ഇത് ഞങ്ങളിപ്പോൾ എന്തായാലും അടയ്ക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിലെടുത്ത് കയറ്റാൻ പോകാനേ. അപ്പോൾ ഓക്കെ. ഫ്രിഡ്ജിൽ കിടന്ന് വിറങ്ങലിച്ച ചിക്കനെ കുറേ നേരം വെളിയിരുത്തി ചൂടാക്കിയിട്ട് ഇനിയിപ്പോൾ ഗ്രില്ലിൽ കയറ്റാൻ പോവുകയാണേ. 24 ചിരട്ട വെക്കണം കേട്ടോ. കറക്റ്റ് ഒരു ഏകദേശം ഒരു 3/4 കോഴിയല്ലേ ഇത്? 3/4 കോഴിക്ക് 24 ചിരട്ടയാണ് ഇക്കാടെ കണക്ക് കേട്ടോ. ഇത് ഇവിടുത്തെ തീ കത്തിക്കൽ അപാരതയാണ് ഈ കാണുന്നത്. ഇവിടുത്താണ് തീ കത്തിപ്പിൻ്റെ ആള്. അപാരമായ തീ ഫാനിന്റെ ബലത്തോടു കൂടിയൊക്കെ കത്തിച്ചിരിക്കുകയാണ്. അയ്യാ കണ്ണ്, നല്ല പുക തീയാണ് ഇവിടെ നടക്കുന്നത്. ഇതുപോലെ തീ കത്തിക്കുക, കത്തിച്ച് അണയുമ്പോഴത്തേന് നല്ല കനലാവും. അതുപോലെ കനല് മൊത്തം അല്ല, അതായത് തീ മൊത്തം കെട്ട് കനലാവുമ്പോഴത്തേനാണ് നമ്മളിനി ചിക്കൻ വെക്കാൻ പോകുന്നത്. അപ്പോൾ വാച്ചിടാത്തവരും ഈ സമയത്ത് വാച്ചിടും, കാരണം സമയം നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വാച്ചിട്ട ഒരാളാണ് ഇദ്ദേഹം. അതുപോലെ ബട്ടർ വെച്ചിട്ട് ചൂടാക്കുന്ന ആൾക്കാർ ഒരിക്കലും മറന്നു പോകരുത്, നല്ല തിളച്ചിരിക്കുമായിരിക്കും. കാരണം ഇതിനു മുമ്പേ ഒരു ദിവസം ഇതുപോലെ ആക്കിയിട്ട് ഇക്ക കയറി പിടിച്ച് ഇക്കയുടെ കൈ പൊള്ളിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാനും വന്ന് പിടിച്ച് എൻ്റെയും കൈ പൊള്ളിയായിരുന്നു. അപ്പം എല്ലാവരും ഓർത്തിരിക്കുക, ബട്ടർ ചൂടാക്കുമ്പോൾ തീരെ അടുത്തായിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക, മറന്നു പോകരുത്. അയ്യ, ഈ തീ കാരണം ഇതിൻ്റെ അടുത്തൊന്നും നിൽക്കാൻ വയ്യ, ഭയങ്കര ചൂടാട്ടോ. ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് ഈ പുക വരുന്നത് ഇതിനകത്ത് നമ്മൾ തേച്ച ബട്ടർ അതിനകത്ത് വീഴുന്നതുകൊണ്ടാണ്. കണ്ടോ, അതുകൊണ്ടാണ് ഇത് വീഴുന്നത്. 5 മിനിറ്റ് ആകുമ്പോഴത്തേന് ഇത് ഫസ്റ്റ് ഫ്ലിപ്പ് ചെയ്ത് വെക്കണം അല്ലേ? അപ്പോൾ ഗ്രില്ലിൻ്റെ ആൾ ഇക്കായാണ്. പക്ഷേ ഇക്ക മേലോട്ട് പോകുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിമ്മിനിയിൽ നിന്ന് ഇങ്ങോട്ട് കാറ്റടിക്കുമ്പോഴത്തേന് പുക നമ്മൾ അടുക്കളയിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഫാൻ മേലോട്ട് പൊക്കി വെച്ച് കഴിഞ്ഞാൽ ഈ പുക മൊത്തം അടിച്ച് മേലോട്ട് പോകും. അപ്പം കിച്ചണിൽ നിൽക്കുമ്പോൾ കണ്ണിരിക്കത്തില്ല. അതായത് ഇങ്ങനത്തെ പുകയൊക്കെ ഉണ്ടാകുമ്പോഴത്തേന് നമുക്ക് കിച്ചണിൽ നിന്ന് പാചകം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അപ്പോൾ 5 മിനിറ്റ് കൂടുമ്പോഴത്തേന് തിരിച്ചും മറിച്ചും വെച്ച് 30 മിനിറ്റ് വേവിച്ചെടുക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്ക്. എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കണക്ക് ഇങ്ങനെയാണേ. ആദ്യത്തെ ഫ്ലിപ്പാണ് ഇത്. ബട്ടർ തേക്കുക, അതിനുശേഷം ഫസ്റ്റ് ഫ്ലിപ്പാണിത്. ഈ ഗ്രില്ലും ഈ താഴത്തെ കനൽക്കട്ടയും തമ്മിൽ ഏകദേശം ഒരു കുഞ്ഞ് സ്കെയിലിൽ, അതായത് ഒരു 15 സെൻറ്റിമീറ്ററോളം വ്യത്യാസമുണ്ട്. അതായത് ആ ഒരു വിഡ്ത്ത്, ഇങ്ങനെയുള്ള ഇവിടുന്ന് ഇവിടം വരെയുള്ള ഈ വിഡ്ത്ത്, അതായത് കനലും ചിക്കൻ്റെ ഗ്രില്ലും ഇരിക്കുന്നത് വരെയുള്ള വിഡ്ത്ത് അത്രയും വേണം കേട്ടോ. അപ്പോഴത്തേനും അല്ലെങ്കിൽ കരിഞ്ഞു പോവും, വേവത്തതുമില്ല. പകുതി ഏകദേശം ബട്ടർ പകുതി ആകുമ്പോഴത്തേനും അതിന് ശകലം കാശ്മീരി ചില്ലിയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു രുചിയാണ്. 4ാമത്തെ ഫ്ലിപ്പാണേ. അപ്പം ഈ ചിരട്ട ഉപയോഗിക്കാത്തവർക്ക് വേണമെങ്കിൽ കോൾ ഉപയോഗിക്കാം. ഞങ്ങൾ കോൾ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല, നമ്മൾ ചിരട്ടയാണ് ഉപയോഗിക്കുന്നത് കൂടുതലും. കോള് അങ്ങനെ
എന്തോ ഞങ്ങൾ ചിരട്ടയാണ് കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത്. ഇതാണ് അപ്പോൾ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് കഴിക്കുന്നത് ഞങ്ങൾ. അപ്പം ഇത് ബട്ടർ തേക്കാത്ത ചിക്കനാണ്. ഇത് ആവിയിൽ വേവിച്ചെടുത്തതേ ഉള്ളൂ. അപ്പം ഇങ്ങനെയാണ് സംഭവം. എങ്ങനെയുണ്ട് നെച്ചോ? കഴിച്ചോ? കഴിക്കുന്ന ചിക്കൻ കഴിക്കേ. ചിക്കൻ എങ്ങനെയുണ്ട് സിസി? അപ്പുളിയാന്നോ? ഓക്കെ, അപ്പോൾ അടിപൊളിയാണ്.